ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ നമ്മൾ ബ്രിക്സ് ആൻഡ് ബ്രിക്ക് മേസൺട്രി ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡോസ് ആൻഡ് വിൻഡോസ് ആണ്. ഓവർസിയർ ലെവൽ എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഡോസ് ആൻഡ് വിൻഡോസും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദിക്കാറുണ്ട്. സോ ഇന്ന് നമുക്ക് ഡോസ് ആൻഡ് വിൻഡോസിനെ കുറിച്ച് പഠിക്കാം. സോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഡോസ് ആൻഡ് വിൻഡോസിലെ കുറച്ച് ജനറൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡോർ എന്ന് പറയുന്നത്? വാളിൽ കൊടുക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ് ഡോറ് ഫോർ പെഡസ്ട്രിയൻ മൂവ്മെൻറ്റ്. അപ്പോൾ അതായത് നമുക്കൊരു ബിൽഡിങ്ങിന് അകത്തോട്ടും പുറത്തോട്ടൊക്കെ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോറ് കൊടുക്കുന്നത്. ഈ ഡോറ് യൂഷ്വലി റൂമിൻ്റെ കോർണറിലായിരിക്കും കൊടുക്കേണ്ടത്. കോർണറിൽ നിന്നൊരു 20 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് ഡോറ് പ്രൊവൈഡ് ചെയ്യാറ്. ഇനി വിൻഡോയും വാളിൽ കൊടുക്കുന്ന ഒരു ഓപ്പണിംഗ് തന്നെയാണ്, പക്ഷേ അവിടെ പെഡസ്ട്രിയൻ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. ലൈറ്റ് ആൻഡ് എയറിൻ്റെ ഫ്രീ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സ്മോൾ ഹൈറ്റ് വിൻഡോയിനെയാണ് നമ്മൾ വെന്റിലേറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഡോറിൻ്റെ വിട്ടും ഹൈറ്റും ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡോറിൻ്റെ ഹൈറ്റ് ആണുള്ളതെങ്കിൽ വിട്ട് കണ്ടുപിടിക്കാൻ 40 to 60% ഓഫ് ഹൈറ്റ് എടുത്താൽ മതി. ഇനി വിട്ടാണുള്ളതെങ്കിൽ ഹൈറ്റ് വിട്ട് പ്ലസ് 1.2 മീറ്റർ ആയിരിക്കും. ഇനി ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലെയും പബ്ലിക് ബിൽഡിങ്ങിൻ്റെയും ഡോസിൻ്റെ സൈസാണ് നോക്കേണ്ടത്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ എക്സ്റ്റേണൽ ഡോറിൻ്റെ വിട്ട് 1 to 1.1 മീറ്റർ ആണ്, ഹൈറ്റ് 2 to 2.1 മീറ്റർ ആണ്. ഇനി അത് ഇൻറ്റേർണൽ ഡോർ ആവുകയാണെങ്കിൽ 0.9 to 1 മീറ്റർ ആയിരിക്കും വിട്ട് വരുന്നത്. ബാത്റൂം ഡോർ ആണെങ്കിൽ 0.7 to 0.8 മീറ്റർ ആയിരിക്കും. പബ്ലിക് ബിൽഡിങ്സിൽ മിനിമം വിഡ്ത്ത് ഓഫ് എക്സ്റ്റീരിയർ ഡോറ് 1.1 to 1.2 മീറ്റർ ആണ് വരുന്നത്. സോ ഇനി നമുക്ക് ഈ വിൻഡോയുടെ സൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. വിൻഡോൻ്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിൻഡോയുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1/8 ഇൻറ്റു വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം ആയിരിക്കും. ഇനി ഈ വിൻഡോയുടെ ബോട്ടം പോർഷനെയാണ് നമ്മൾ സില്ലെന്ന് പറയുന്നത്. അപ്പോൾ ആ സില്ല് ഫ്ലോർ ലെവലിൽ നിന്നൊരു 60 to 70 സെൻറ്റിമീറ്ററിലായിരിക്കും കൊടുക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ വെർട്ടിക്കൽ സൈഡ് മെമ്പർ ഓഫ് എ ഷട്ടർ ഫ്രെയിം ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: എ സ്റ്റൈൽ, ബി റിവീൽ, സി മുള്ളിയൻ, ഡി പോസ്റ്റ്. അപ്പോൾ ഈ ഡോസ് ആൻഡ് വിൻഡോസിൽ വരുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അപ്പോൾ ആ ടെക്നിക്കൽ ടേംസ് കണ്ടിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഡോർ അല്ലെങ്കിൽ വിൻഡോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് 2 കമ്പോണൻസ് കാണാൻ പറ്റും: ഫ്രെയിം ആൻഡ് ഷട്ടർ. വാളുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കമ്പോണൻ്റാണ് ഷട്ടർ. ഈ ഷട്ടർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഫ്രെയിമിലാണ്. ഫ്രെയിമിൻ്റെ ടോപ്പ് ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് ഹെഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ വിൻഡോ ഫ്രെയിമിൻ്റെ ബോട്ടം ഹൊറിസോണ്ടൽ മെമ്പറിനെ സില്ല് എന്നാണ് പറയുന്നത്. നോർമലി നമ്മൾ ഡോർ ഫ്രെയിംസിൽ സില്ല് പ്രൊവൈഡ് ചെയ്യാറില്ല. ഇനി ഈ ഫ്രെയിമിൻ്റെ വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്നത് പോസ്റ്റ് എന്നാണ്. അതുപോലെ ഷട്ടറിൻ്റെ വെർട്ടിക്കൽ മെമ്പർ ആണെങ്കിൽ അതിന് സ്റ്റൈൽ എന്നും പറയും. ഈ ഷട്ടറിൻ്റെ ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ റെയിൽ എന്നാണ് പറയുന്നത്. ടോപ്പിലുള്ള റെയിലാണെങ്കിൽ ടോപ്പ് റെയിൽ, ബോട്ടത്തിലാണെങ്കിൽ ബോട്ടം റെയിൽ, മിഡിലാണെങ്കിൽ മിഡിൽ റെയിൽ എന്നും പറയും. ഒരു ഷട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഹാർഡസ്റ്റ് കമ്പോണൻ്റ് ഈ മിഡിൽ റെയിലായിരിക്കും. സോ ലോക്ക് സിസ്റ്റം അറ്റാച്ച് ചെയ്യുന്നത് മിഡിൽ റെയിലാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ലോക്ക് റെയിൽ എന്നും പറയാറുണ്ട്. ഈ ടോപ്പ് റെയിലിനും മിഡിൽ റെയിലിനും ഇടയ്ക്ക് റെയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിഡിൽ റെയിലിനും ബോട്ടം റെയിലിനും ഇടയ്ക്കാണ് റെയിലുള്ളതെങ്കിൽ അതിനെ നമ്മൾ ഫ്രിസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റെയിൽ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ടേം പാനലാണ്. ഈ റെയിലിനും സ്റ്റൈലിനും ഇടയ്ക്ക് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയനെയാണ് പാനൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫ്രെയിംസ് നോക്കിക്കഴിഞ്ഞാൽ അതിനെ വെർട്ടിക്കലായിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്ന കമ്പോണൻസ് ഉണ്ടായിരിക്കും. വിൻഡോസിൽ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. ഈ ഡബിൾ ഷട്ടർ ഡോർ ആണെങ്കിൽ അതിൻ്റെ ഫ്രെയിമിനെ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ മുള്ളിയൻ എന്ന് പറയുന്നത്. അതുപോലെ ഫ്രെയിമിനെ ഹൊറിസോണ്ടലായിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്ന മെമ്പേഴ്സിനെ ട്രാൻസം എന്നും പറയും. ഹോണാണ്.
ഈ ഫ്രെയിമിന് വാളുമായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹെഡ് അല്ലെങ്കിൽ സില്ലിൽ കൊടുക്കുന്ന പ്രൊജക്ഷനെയാണ് ഹോൺ എന്ന് വിളിക്കുന്നത്. ഈ ഹോണിൻ്റെ മിനിമം പ്രൊജക്ഷൻ 100 to 150 mm ആയിരിക്കണം. അടുത്ത ടൈം ഹോൾ ഫാസ്റ്റ് ആണ്. നമ്മുടെ ഫ്രെയിമിന് വാളുമായിട്ട് ഫിക്സ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു കാസ്റ്റ് അയൺ മെമ്പറിനെയാണ് ഹോൾ ഫാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഹോൾ ഫാസ്റ്റിൻ്റെ മിനിമം ലെങ്ത് 200 mm ആണ്. ഒരു ഡോർ ഫ്രെയിം ആണെങ്കിൽ അതിൽ മിനിമം 6 ഹോൾ ഫാസ്റ്റ് എങ്കിലും വേണം. അതായത് 3 എണ്ണം വെച്ചിട്ട് ഓരോ സൈഡിലും, അപ്പോൾ ടോട്ടൽ 6 ഹോൾ ഫാസ്റ്റ് ഉണ്ടായിരിക്കും. അതിപ്പോൾ ഒരു വിൻഡോ ഫ്രെയിമിലാണെങ്കിൽ മിനിമം 4 ഹോൾ ഫാസ്റ്റ് ആയിരിക്കും വരുന്നത്. നമ്മുടെ ഷട്ടറിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിമിൽ കൊടുക്കുന്ന ഒരു ഡിപ്രഷനെ വിളിക്കുന്നതാണ് റിബേറ്റ്. ഈ റിബേറ്റിൻ്റെ ഡെപ്ത് 10 to 50 mm ആയിരിക്കും. നമ്മളിപ്പോൾ സപ്പോസ് ആ ഫ്രെയിമിനെ എല്ലാം ഇളക്കി മാറ്റി, അപ്പോൾ വാളിൻ്റെ ആ വെർട്ടിക്കൽ ഫേസ് ഉണ്ടല്ലോ, ആ വെർട്ടിക്കൽ ഫേസിനെ വിളിക്കുന്നത് ജാമ്പ് എന്നാണ്. ഇനി വീണ്ടും അതിനെ അവിടെ ഫിക്സ് ചെയ്യും, ഫ്രെയിമിനെ അവിടെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ ആ ഫിക്സ് ചെയ്തതിന് ശേഷം ജാമ്പിൻ്റെ കുറച്ച് പോർഷൻ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ, അതിന് ജാമ്പ് ഔട്ട്സൈഡ് ദ ഫ്രെയിം, അതിനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. സോ നമ്മുടെ ടെക്നിക്കൽ ടേംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ വെർട്ടിക്കൽ സൈഡ് മെമ്പർ ഓഫ് എ ഷട്ടർ ഫ്രെയിം ഈസ് നോൺ ആസ്. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മിസ്റ്റേക്ക് വരുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തെന്ന് വെച്ചാൽ ഈ ഷട്ടറിൻ്റെ വെർട്ടിക്കൽ മെമ്പർ ആണെന്ന് കരുതി സ്റ്റൈല് ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കെയർഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കണം. ഷട്ടർ ഫ്രെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രെയിമിൻ്റെ വെർട്ടിക്കൽ മെമ്പറിനെ നമ്മൾ എന്തെന്നായിരുന്നു വിളിക്കുന്നത്? പോസ്റ്റ്. സോ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി, പോസ്റ്റ്. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെർട്ടിക്കൽ മെമ്പർ പ്രൊവൈഡഡ് ടു ഡിവൈഡ് എ ഫ്രെയിം വെർട്ടിക്കലി ഈസ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ റെയിൽ, ഓപ്ഷൻ ബി സ്റ്റൈൽ, ഓപ്ഷൻ സി മുള്ളിയൻ, ഓപ്ഷൻ ഡി ട്രാൻസം. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. ഫ്രെയിമിനെ വെർട്ടിക്കലി സബ് ഡിവൈഡ് ചെയ്യുന്ന മെമ്പറിനെ മുള്ളിയൻ എന്നും ഹൊറിസോണ്ടൽ ആണെങ്കിൽ നമ്മൾ ട്രാൻസം എന്നാണ് വിളിക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ സി, മുള്ളിയൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വെർട്ടിക്കൽ സൈഡ്സ് ഓഫ് ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിംഗ് ഇൻ എ വാൾ ഈസ് കോൾഡ്. ഓപ്ഷൻ എ റിവീൽ, ഓപ്ഷൻ ബി ഹെഡ്, ഓപ്ഷൻ സി സിൽ, ഓപ്ഷൻ ഡി ജാമ്പ്. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു വാൾ ഓപ്പണിങ്ങിൽ വെർട്ടിക്കൽ ഫേസിനെ വിളിക്കുന്നത് ജാമ്പാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ജാംസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിപ്രഷൻ ഓർ ദ റിസസ് മെയ്ഡ് ഇൻസൈഡ് ദ ഡോർ ഫ്രെയിം ടു റിസീവ് ഷട്ടർ ഈസ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ റിബേറ്റ്, ഓപ്ഷൻ ബി റിവീൽ, ഓപ്ഷൻ സി ജാം, ഓപ്ഷൻ ഡി റൺ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഷട്ടറിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഡോർ ഫ്രെയിമിൽ കൊടുക്കുന്ന ഡിപ്രഷനെ വിളിക്കുന്നത് റിബേറ്റ് ആണ്. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, റിബേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എയർ കണ്ടീഷൻഡ് ബിൽഡിംഗ് എ ഡോർ ഹാസ് ടു സെർവ് ബോത്ത് പർപ്പസസ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടൈപ്പ് ഓഫ് ഡോർ ഫോർ ദിസ് പർപ്പസ് ഈസ്. ഓപ്ഷൻ എ സ്ലൈഡിംഗ് ഡോർ, ഓപ്ഷൻ ബി സ്വിംഗിംഗ് ഡോർ, ഓപ്ഷൻ സി റിവോൾവിംഗ് ഡോർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ടൈപ്പ് ഓഫ് ഡോറിനെ കുറിച്ച് അറിയണം. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോർ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. സോ ടൈപ്പ് ഓഫ് ഡോർസിൽ ഫസ്റ്റ് ടൈപ്പ് ലെഡ്ജ്ഡ് ഡോറാണ്. ടെമ്പററി സ്ട്രക്ചേഴ്സിന് ഉപയോഗിക്കുന്ന ഒരു ഡോറാണ് ലെഡ്ജ്ഡ് ഡോറ്. നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ചെറിയ ടിമ്പർ പീസസ് ജോയിൻ ചെയ്തിട്ടാണ് ഈ ലെഡ്ജ്ഡ് ഡോർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ ടിമ്പർ പീസസിനെ വിളിക്കുന്ന പേര് റീപ്പേഴ്സ് എന്നാണ്. അപ്പോൾ ഈ റീപ്പർ വെർട്ടിക്കൽ മെമ്പറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ബാറ്റൺ എന്ന് വിളിക്കും. ഇനി അത് ഹൊറിസോണ്ടൽ മെമ്പറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ലെഡ്ജ് എന്ന് പറയും. ഈ റീപ്പേഴ്സ് ഇൻക്ലൈൻഡ് മെമ്പേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ ബ്രേസ് എന്നും പറയും. ഇനിയിപ്പോൾ നമ്മൾ ഈ ലെഡ്ജ്ഡ് ഡോറിൽ ഒരു ഫ്രെയിം കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിന് ലെഡ്ജ്ഡ് ഫ്രെയിംഡ് ഡോർ എന്നും, ലെഡ്ജ്ഡ് ബ്രേസ്ഡിലാണ് ഫ്രെയിം കൊടുക്കുന്നതെങ്കിൽ ലെഡ്ജ്ഡ് ബ്രേസ്ഡ് ഫ്രെയിംഡ് ഡോർസ് എന്നും പറയും. അപ്പോൾ ഈ ലെഡ്ജ്ഡ് ഡോറും ലെഡ്ജ്ഡ് ബ്രേസ്ഡ് ഡോർസും
ടെമ്പററി ആൻഡ് അൺഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സിലാണ് ഉപയോഗിക്കുന്നത്. ലെഡ്ജ്ഡ് ഫ്രെയിംഡും ലെഡ്ജ്ഡ് ബ്രേസ്ഡ് ഫ്രെയിംഡും ടെമ്പററി ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സിനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ടൈപ്പ് പാനൽ ഡോറാണ്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ഡോറാണ് ഈ പാനൽ ഡോറ്. പാനൽ ഡോറിൽ മിനിമം നമ്പർ ഓഫ് പാനൽസ് 1ഉം മാക്സിമം 6ഉം ആയിരിക്കും. ഇനി അടുത്ത് വരുന്ന ടൈപ്പ് ഗ്ലേസ്ഡ് ഡോർ അല്ലെങ്കിൽ സാഷ് ഡോർ ആണ്. യൂഷ്വലി ബാത്റൂം ഡോർ ആയിട്ടാണ് നമ്മൾ ഈ ഗ്ലേസ്ഡ് ഡോർ കൊടുക്കാറ്. ഇനി ഷട്ടർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ ഫുള്ളി ഗ്ലേസ്ഡ് ഡോർ എന്നും, ഇനിയിപ്പോൾ ഗ്ലേസ്ഡ് പാനലും നോൺ ഗ്ലേസ്ഡ് പാനൽസും കൊണ്ടാണ് ഷട്ടർ പോർഷൻ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ പാർഷ്യലി ഗ്ലേസ്ഡ് ഡോർ എന്നും പറയും. ഈ പാർഷ്യലി ഗ്ലേസ്ഡ് ഡോറിൽ ഗ്ലേസ്ഡ് പാനലിൻ്റെ ഏരിയയും നോൺ ഗ്ലേസ്ഡ് പാനലിൻ്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ 2:1 ആയിരിക്കും. ഇനി നമ്മൾ ഈ ഗ്ലേസ്ഡ് പാനലിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും സ്റ്റൈലിൻ്റെ തിക്നെസ് കുറയ്ക്കാറുണ്ട്. അപ്പോൾ ഈ ലെസ്സർ തിക്നെസ്സിലുള്ള സ്റ്റൈലിനെ ഡിമിനിഷിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഗൺ സ്റ്റോക്ക് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് കൊളാപ്സിബിൾ ഡോറാണ്. ഇത് നമ്മൾ യൂഷ്വലി സ്റ്റോറേജ് റൂംസിലും ഗോഡൗൺസിലൊക്കെ ആയിരിക്കും ഈ ഡോർ കാണാറുള്ളത്. ക്ലോസ്ഡ് പൊസിഷനിലും എയറിനെയും ലൈറ്റിനെയും പാസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡോറാണ് ഈ കൊളാപ്സിബിൾ ഡോറ്. ഇത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ വെർട്ടിക്കൽ മെമ്പേഴ്സിൻ്റെ താഴെയും മുകളിലും താഴെയും റോളേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റോളേഴ്സ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ് ഫ്ലഷ് ഡോർ ആണ്. ഹൈലി കോൺഫിഡൻഷ്യൽ റൂംസിലാണ് നമ്മൾ ഈ ഫ്ലഷ് ഡോർ കൊടുക്കാറുള്ളത്. ഈ എക്സ്പ്ലോസീവ് മെറ്റീരിയൽസിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നിടത്തും പ്രിസണിലും പിന്നെ ലോക്കർ റൂമിലൊക്കെയാണ് നമ്മൾ ഈ ഫ്ലഷ് ഡോർ കാണാറുള്ളത്. അടുത്ത ടൈപ്പ് റിവോൾവിംഗ് ഡോർ ആണ്. സ്യൂട്ടബിൾ ഡോർ ഫോർ പബ്ലിക് ബിൽഡിംഗ്. ഇപ്പോൾ നമ്മുടെ പാർക്ക്, തിയേറ്റർ അവിടേക്ക് കൊടുക്കുന്ന ഒരു ഡോറാണ് ഈ റിവോൾവിംഗ് ഡോറ്. ഇതിലൊരു സെൻറ്റർ വെർട്ടിക്കൽ പോസ്റ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ പിവറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിലാണ് ഷട്ടേഴ്സ് ഡയഗണലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്ത ടൈപ്പ് റോളിംഗ് സ്റ്റീൽ ഷട്ടർ ഡോറാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എവിടെയാണ് ഷോപ്സിലും ഗോഡൗൺസിലൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡോറാണ് ഈ റോളിംഗ് സ്റ്റീൽ ഡോറ്. ഇതിൽ ഈ ഷട്ടറിനെ റിസീവ് ചെയ്യാനായിട്ടൊരു ഡ്രം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രമ്മിൻ്റെ ഡയമീറ്റർ 200 to 300 mm ആണ്. ഇതിൻ്റെ വർക്കിംഗ് ഓപ്പറേഷൻ വെച്ചിട്ട് ഇത് 2 ടൈപ്പ് ഉണ്ട്, പുഷ് പുൾ ടൈപ്പ് ആൻഡ് മെക്കാനിക്കൽ ഗിയർ ടൈപ്പ്. ഡോർ ഓപ്പണിങ്ങിൻ്റെ ഏരിയ 10 m² കുറവാണെങ്കിൽ നമ്മൾ പുഷ് പുൾ ടൈപ്പ് റോളിംഗ് സ്റ്റീൽ ഡോറായിരിക്കും ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഏരിയ 10 m² കൂടുതലാണെങ്കിൽ അവിടെ മെക്കാനിക്കൽ ഗിയർ ടൈപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഡോർ സ്ലൈഡിംഗ് ഡോറാണ്. എയർ കണ്ടീഷൻഡ് റൂംസിലൊക്കെയാണ് നമ്മൾ ഈ സ്ലൈഡിംഗ് ഡോർ ഉപയോഗിക്കാറ്. ഈ ഷട്ടറിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ 2 സൈഡിലും വേക്കൻറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ വേക്കൻറ്റ് സ്പേസിനെ നമ്മൾ ക്യാവിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. അടുത്ത ടൈപ്പ് സ്വിംഗ് ഡോർ ആണ്. ഓഫീസ് ക്യാബിൻസിലും ഹോസ്പിറ്റൽ ക്യാബിൻസിലും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡോറാണ് ഈ സ്വിംഗ് ഡോറ്. ഓട്ടോമാറ്റിക് ക്ലോസിംഗ് പോസിബിൾ ആയിട്ടുള്ള ഡോർ ഏതെന്ന് ചോദിച്ചാൽ അത് സ്വിംഗ് ഡോറാണ്. ഒരു സ്പ്രിംഗ് ഹിഞ്ച് ഫ്രെയിമുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഈ ഓട്ടോമാറ്റിക് ക്ലോസിങ് പോസിബിൾ ആവുന്നത്. പിന്നെ നമ്മൾ ഈ ICU ഡോറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നതാണ്. അതിനെ പീപ്പ് ഹോൾ എന്നാണ് വിളിക്കുന്നത്. അടുത്ത ടൈപ്പ് വിക്കറ്റ് ഡോറാണ്. ഈ ഫിഗർ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും ഒരു വലിയ ഡയമെൻഷനുള്ള ഒരു ഡോറിൽ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഡോറിനെയാണ് നമ്മൾ വിക്കറ്റ് ഡോർ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് വയർ ഗേജ്ഡ് ഡോറ്. അപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും ആ പാനൽ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വയർ മെഷ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. സോ ഇങ്ങനെ വയർ മെഷ് കൊടുത്തിരിക്കുന്ന കാരണം ഫ്ലൈസിൻ്റെയും ഇൻസെക്ട്സിൻ്റെയൊക്കെ എൻട്രീനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. യൂഷ്വലി ഇവിടെ 2 ഷട്ടർ വരുന്നുണ്ട്. ഇന്നർ ഷട്ടർ ഫുള്ളി പാനൽഡ് ആയിരിക്കും, ഔട്ടർ ഷട്ടർ ഇങ്ങനെ വയർ മെഷ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. സോ ലാസ്റ്റ് ടൈപ്പാണ് ലൂവേർഡ് ഡോർ അല്ലെങ്കിൽ വെനീഷ്യൻ ഡോറ്. ഒന്നുകിൽ ഈ ലൂവേഴ്സ് ഷട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ പാർഷ്യലി ലൂവേർഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. നമുക്ക് ആ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും ലൂവേഴ്സ് ഒരു ഇൻക്ലിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇൻക്ലിനേഷനിൽ കൊടുത്തിരിക്കുന്ന കാരണം വിഷൻ അവിടെ ഒബ്സ്ട്രക്റ്റ് ആവുന്നുണ്ട്, പക്ഷേ എയറിനെ അവിടെ അകത്തോട്ട് പാസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ടൈപ്പ് ഓഫ് ഡോർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ എയർ കണ്ടീഷൻഡ് ബിൽഡിംഗ് എ ഡോർ ഹാസ് ടു സെർവ് ബോത്ത് പർപ്പസ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടൈപ്പ് ഓഫ് ഡോർ ഫോർ ദിസ് പർപ്പസ് ഈസ്. അപ്പോൾ ഇവിടെ സ്ലൈഡിംഗ് ഡോറും സ്വിംഗിങ് ഡോറും ഓപ്ഷനിലുണ്ട്. രണ്ടും നമുക്ക് എയർ കണ്ടീഷൻഡ് ബിൽഡിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്പണിങ്ങും ഓട്ടോമാറ്റിക് ക്ലോസിങ്ങും പോസിബിൾ ആയിട്ടുള്ള ഡോർ ഏതാണെന്നാണ് പറഞ്ഞത്? സ്വിംഗ് ഡോറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സ്വിംഗ് ഡോർ. 6th ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഡോർസ് ആർ പ്രൊവൈഡ് ടു ചെക്ക് ദ എൻട്രി ഓഫ് ഫ്ലൈസ്, മൊസ്കിറ്റോസ്, ഇൻസെക്ട്സ് എക്സെട്ര. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ വെനീഷ്യൻ ഡോർ, ഓപ്ഷൻ ബി വയർ ഗേജ് ഡോർ, ഓപ്ഷൻ സി റിവോൾവിംഗ് ഡോർ, ഓപ്ഷൻ ഡി ലൂവർ ഡോർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി, വയർ ഗേജ്ഡ് ഡോർ. 7th question is, the vertical window provided on the sloping roof is called skylight, corner window, dormer window, gable window. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് ഡോർസ് ഏതൊക്കെയാണെന്ന് പഠിച്ചായിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ടൈപ്പ് ഓഫ് വിൻഡോസ് ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് വിൻഡോസ് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ടൈപ്പ് കേസ്മെൻറ്റ് വിൻഡോ ആണ്. നമ്മൾ ബിൽഡിങ്സിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് വിൻഡോ ആണ് ഈ കേസ്മെൻറ്റ് വിൻഡോ. ട്രാൻസോ മുള്ളിയൻസോ ഒക്കെ കൊടുക്കുന്ന ഒരു ടൈപ്പാണ് ഈ കേസ്മെൻറ്റ് വിൻഡോ. ഇതിൻ്റെ ഷട്ടേഴ്സ് നമുക്ക് ഡോറിൻ്റെ ഷട്ടേഴ്സ് പോലെ തന്നെ തുറക്കാനും അടയ്ക്കാനും പറ്റും. അടുത്ത ടൈപ്പ് പിവട്ടഡ് വിൻഡോ ആണ്. ഈ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന പിവട്ടിന് ബേസ് ആയിട്ടാണ് ഈ ഷട്ടേഴ്സ് സ്വിങ് ചെയ്യുന്നത്. സോ ഈ ഷട്ടേഴ്സ് നമുക്ക് ഹൊറിസോണ്ടലായിട്ടോ വെർട്ടിക്കലായിട്ടോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈസി ക്ലീനിങ് ആണ്. അടുത്ത ടൈപ്പാണ് സ്ലൈഡിംഗ് വിൻഡോ. സ്ലൈഡിംഗ് ഡോറിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ സ്ലൈഡിംഗ് വിൻഡോയിലും ഉള്ളത്. ബസ്സിലും റെയിൽവേ കോച്ചസിലും എയർ കണ്ടീഷൻഡ് ക്യാബിൻസിലൊക്കെയാണ് നമ്മൾ ഈ സ്ലൈഡിംഗ് വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് ലൂവേർഡ് വിൻഡോ ആണ്. ലൂവേർഡ് ഡോറിന് സിമിലർ ആയിട്ടുള്ള വിൻഡോസ് ആണ് ഈ ലൂവേർഡ് വിൻഡോസും. അപ്പോൾ ഇതിൻ്റെ ലൂവേഴ്സിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 45 ഡിഗ്രി ആണ്. അടുത്ത ടൈപ്പ് ഗ്ലേസ്ഡ് വിൻഡോ ആണ്. നമ്മുടെ കേസ്മെൻറ്റ് വിൻഡോയുടെ ഒരു ടൈപ്പാണ് ഈ ഗ്ലേസ്ഡ് വിൻഡോ. കേസ്മെൻറ്റ് വിൻഡോയുടെ പാനൽ പോർഷൻ ഫുള്ളി ഗ്ലേസ്ഡ് ആണെങ്കിൽ അതിനെ ഗ്ലേസ്ഡ് വിൻഡോ എന്ന് വിളിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വിൻഡോ ആണ് മെറ്റൽ വിൻഡോ. മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഈ മെറ്റൽ വിൻഡോസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സോ കോസ്റ്റ് കുറവായതുകൊണ്ട് യൂഷ്വലി നമ്മൾ പബ്ലിക് ബിൽഡിങ്സിൽ കൂടുതലായിട്ട് കൊടുക്കുന്നത് മെറ്റൽ വിൻഡോസ് ആണ്. അടുത്ത ടൈപ്പ് സർക്കുലർ വിൻഡോ ആണ്. സർക്കുലർ ഷേപ്പിലുള്ളത് കൊണ്ടാണ് ഇതിനെ സർക്കുലർ വിൻഡോസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫാക്ടറീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വിൻഡോസ് ഏതെന്ന് ചോദിച്ചാൽ അത് ഈ സർക്കുലർ വിൻഡോസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് കോർണർ വിൻഡോ. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വിൻഡോ ആണ് ഈ കോർണർ വിൻഡോ. റൂമിൻ്റെ കോർണറിലായിരിക്കും നമ്മൾ ഈ കോർണർ വിൻഡോസ് കൊടുക്കാറ്. സോ നമുക്ക് 2 ഡയറക്ഷനിലുള്ള എയറിനെയും ലൈറ്റിനെയും റൂമിനകത്തോട്ട് പെർമിറ്റ് ചെയ്യാൻ പറ്റും. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് വിൻഡോസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഒത്തിരി വട്ടം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ടൈപ്പ് ഗേബിൾ വിൻഡോ ആണ്. പിച്ച്ഡ് റൂഫിൻ്റെ ഗേബിൾ എൻഡിൽ കൊടുക്കുന്ന വെർട്ടിക്കൽ വിൻഡോയിനെയാണ് നമ്മൾ ഗേബിൾ വിൻഡോ എന്ന് പറയുന്നത്. ഇനി ഈ സ്ലോപ്പിംഗ് റൂഫിന് വെർട്ടിക്കലായിട്ട് കൊടുക്കുന്ന വിൻഡോയിനെ ഡോർമർ വിൻഡോ എന്ന് പറയും. വിൻഡോ പ്രൊവൈഡ് വെന്റിലേഷൻ ആൻഡ് ലൈറ്റിംഗ് ടു ദി എൻക്ലോസ്ഡ് സ്പേസ് ബിലോ ദി റൂഫ്. ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നതും ഡോർമർ വിൻഡോ ആണ്. നെക്സ്റ്റ് വൺ ഈസ് സ്കൈലൈറ്റ്. ഈ ഡോർമർ വിൻഡോയിൻ്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ് ഈ സ്കൈലൈറ്റ് വിൻഡോ. ഡോർമർ വിൻഡോ വെർട്ടിക്കൽ വിൻഡോ ആയിരുന്നു. അപ്പോൾ ഈ സ്കൈലൈറ്റ് വിൻഡോ സ്ലോപ്പിംഗ് സർഫസിന് പാരലായിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. സോ ലൈറ്റ് മാത്രമേ സ്കൈലൈറ്റ് കൂടെ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ പിച്ച്ഡ് റൂഫിൽ കൊടുക്കുന്ന വിൻഡോ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോർമർ വിൻഡോ ആണ്. ഓപ്ഷനിൽ ഡോർമർ വിൻഡോ ഇല്ലെങ്കിൽ മാത്രമേ സ്കൈലൈറ്റ് ചൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഇത് കൺഫ്യൂഷൻ ആവാറുണ്ട്. ഡോർമർ വിൻഡോയും സ്കൈലൈറ്റും. പിച്ച്ഡ് സ്ലോപ്പിംഗ് റൂഫിന് വെർട്ടിക്കലി കൊടുക്കുന്നതാണ് ഡോർമർ വിൻഡോ ആൻഡ് പാരലായിട്ട് കൊടുക്കുന്നതാണ് സ്കൈലൈറ്റ്. അടുത്ത ടൈപ്പ് ബേ വിൻഡോ ആണ്. നമ്മുടെ എക്സ്റ്റേണൽ വാളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് വിൻഡോ ആണ് ഈ ബേ വിൻഡോ. നെക്സ്റ്റ് വൺ ഈസ് ക്ലേറിസ്റ്റോറി വിൻഡോ. ലീൻഡ് റൂഫിൻ്റെ ടോപ്പിലും
പിച്ച്ഡ് റൂഫിൻ്റെ ബോട്ടത്തിലായിട്ടാണ് നമ്മൾ ഈ ക്ലിയർ സ്റ്റോറി വിൻഡോസ് കൊടുക്കാറ്. ഒരു റൂമിൻ്റെ സീലിംഗ് ഹൈറ്റ് അഡ്ജസൻ്റ് റൂമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ ഈ ക്ലിയർ സ്റ്റോറി വിൻഡോസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ലാൻഡേൺ. ഫ്ലാറ്റ് റൂഫിലാണ് നമ്മൾ ഈ ലാൻഡേൺസ് കൊടുക്കാറ്. ഫ്ലാറ്റ് റൂഫിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ലാൻഡേൺസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്നർ റൂംസിലൊക്കെ കൂടുതൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാൻഡേൺസ് കൊടുക്കാറ്. ലാസ്റ്റ് വൺ ഈസ് ഫാൻ ലൈറ്റ്. ഡോസിൻ്റെയും വിൻഡോസിൻ്റെയൊക്കെ ടോപ്പിൽ നമ്മൾ കൊടുക്കുന്ന സ്മോൾ വിൻഡോസിനെയാണ് ഫാൻ ലൈറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മുടെ ടൈപ്പ് ഓഫ് വിൻഡോസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ടൈപ്പ് ഓഫ് ഡോസും വിൻഡോസും ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഓരോന്നിൻ്റെ യൂസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. ബിക്കോസ് അതിൽ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ വെർട്ടിക്കൽ വിൻഡോ പ്രൊവൈഡഡ് ഓൺ ദി സ്ലോപ്പിംഗ് റൂഫ് ഈസ് കോൾഡ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയായിരിക്കും. ആൻസർ ഇതാണ്, ഓപ്ഷൻ സി, ഡോർമർ വിൻഡോ. 8th ക്വസ്റ്റ്യൻ നോക്കാം. ദ വിൻഡോ യൂഷ്വലി പ്രൊവൈഡഡ് നിയർ ദി മെയിൻ റൂഫ് ഓഫ് എ റൂം ആൻഡ് ഓപ്പൺസ് ദ അഡ്ജോയിനിങ് വരാന്ത ഈസ് കോൾഡ്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ ഡോർമർ വിൻഡോ, ഓപ്ഷൻ ബി കോർണർ വിൻഡോ, ഓപ്ഷൻ സി ബേ വിൻഡോ ആൻഡ് ഓപ്ഷൻ ഡി ക്ലിയർ സ്റ്റോറി വിൻഡോ. സോ ഈ ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ക്ലിയർ സ്റ്റോറി വിൻഡോ ആണ്. 9th ക്വസ്റ്റ്യൻ ഈസ് 1000 mm width door single shutter and 2000 mm height is designated as. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 100 ds 200, ഓപ്ഷൻ ബി 10 ds 20, ഓപ്ഷൻ സി 100 dt 200, ഓപ്ഷൻ ഡി 10 dt 20. അപ്പം നമ്മൾ ഈ ഡോറിനെയും വിൻഡോസിനെയൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. സോ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓപ്പണിങ്ങിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമ്മൾ മൊഡ്യൂൾ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു മൊഡ്യൂള് 100 mm ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തേൽ 8 ds 20 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡി ഡിനോട്ട് ചെയ്യുന്ന ഡോറിനെയും എസ് ഡിനോട്ട് ചെയ്യുന്ന സിംഗിൾ ഷട്ടറാണ്. ആദ്യത്തെ നമ്പർ 8 വിഡ്ത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, 20 ഹൈറ്റിനെയും. അപ്പോൾ സിംഗിൾ ഷട്ടർ ഡോർ ഹാവിങ് വിഡ്ത്ത് 800 mm ആൻഡ് ഹൈറ്റ് 2000 mm. അടുത്തതിൽ 10 dt 21 ആണ്. ഇവിടെ ഡി ഡോറാണ്. ടി വരുമ്പോൾ ടിൻ ഷട്ടർ ഡോറാവും. ബാക്കിയെല്ലാം 1000 വിഡ്ത്ത് ആൻഡ് 2100 mm ഹൈറ്റ് ആവും. ഇനി അടുത്തത് 5WT 8 ആണ്. ഇതിൽ W വരുമ്പോൾ വിൻഡോ ആവും, ടി ടിൻ ഷട്ടർ. അപ്പോൾ ടിൻ ഷട്ടർ വിൻഡോ ഹാവിങ് വിഡ്ത്ത് 500 mm ആൻഡ് ഹൈറ്റ് 800 mm ആവും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. എന്താ പറഞ്ഞിരിക്കുന്നത്? 1000 mm വിഡ്ത്തും സിംഗിൾ ഷട്ടർ ഡോറാണ്, ഹൈറ്റ് 2000 mm ആണ്. അപ്പോൾ ഇതിനെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം നമുക്ക്? 10 ds 20. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി 10 ds 20. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ബൈ യൂസിങ് ഡാഷ് ഹിഞ്ച് ഇറ്റ് ഈസ് പോസിബിൾ ടു റേസ് ദ ഡോർ ഷട്ടർ നിയർലി 10 mm എബോവ് ഫ്ലോർ ലെവൽ. ഓപ്ഷൻസ് നോക്കാം. എ സ്ട്രാപ്പ്, ബി ബാക്ക് ഫ്ലാപ്പ്, സി പാർലമെൻ്ററി ആൻഡ് ഡി റൈസിംഗ് ബഡ്. അപ്പോൾ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് അതാണ്. അപ്പോൾ അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിയും. സോ നമുക്കിനി ആ ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ് എന്ന ടോപ്പിക് കൂടെ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഡോർസിനും വിൻഡോസിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹിഞ്ചസ്, അടുത്തത് ബോൾട്ടാണ്, പിന്നെ ഹാൻഡിൽസ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലോക്ക്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആക്ച്വലി നമുക്ക് ഹിഞ്ചും ബോൾട്ടും മാത്രം കൂടുതലായിട്ട് പഠിച്ചാൽ മതി. ബാക്കി പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. സോ നമ്മൾ ഹിഞ്ചസും ബോൾട്ടും മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഹിഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബാക്ക് ഫ്ലാപ്പ് ഹിഞ്ച്. തിൻ ഷട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹിഞ്ചാണിത്. നെക്സ്റ്റ് വൺ ഈസ് ബഡ് ഹിഞ്ച്. നമ്മൾ കോമൺ ആയിട്ട് ഡോസിൽ കൊടുക്കുന്ന ഹിഞ്ച് ഈ ബഡ് ഹിഞ്ചാണ്.
നെക്സ്റ്റ് വൺ ഗാർണറ്റ് ഹിഞ്ച് ആണ്. നമ്മൾ ലെഡ്ജ്ഡ് ഡോറും ലെഡ്ജ്ഡ് ബ്രേസ്ഡ് ഡോർസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഹിഞ്ചാണ് ഈ ഗാർണറ്റ് ഹിഞ്ച്. സോ അടുത്ത ടൈപ്പ് പാർലമെന്ററി ഹിഞ്ച് ആണ്. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഷട്ടേഴ്സ് വാളിന് പാരലായിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ടൈപ്പ് ഓഫ് ഹിഞ്ചാണ് ഈ പാർലമെന്ററി ഹിഞ്ച്. അടുത്തത് പിൻ ആൻഡ് സ്ട്രാപ്പ് ഹിഞ്ച് ആണ്. രണ്ടും ഹെവി ഷട്ടർ ഡോർസിനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് റൈസിംഗ് ബഡ് ഹിഞ്ച്. നമ്മുടെ ഷട്ടേഴ്സ് ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 10 mm റൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹിഞ്ചാണ് റൈസിംഗ് ബഡ് ഹിഞ്ച്. സ്വിംഗ് ഡോർസിൽ യൂസ് ചെയ്യുന്നത് ഈ റൈസിംഗ് ബഡ് ഹിഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ബോൾട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആൾഡ്രോ ബോൾട്ട്. എക്സ്റ്റേണൽ ഡോർസിൽ നമ്മൾ കൊടുക്കുന്ന ബോൾട്ടാണ് ഈ ആൾഡ്രോ ബോൾട്ട്. ഇനി അതിൽ ഉപയോഗിക്കുന്ന ലോക്കാണ് പാഡ് ലോക്ക് എന്ന് പറയുന്നത്. അടുത്തത് ബാരൽ ബോൾട്ട് ആണ്. നമ്മുടെ നോർമൽ ഡോസിൻ്റെ ബാക്ക് സൈഡിൽ കൊടുക്കുന്നതാണ് ഈ ബാരൽ ബോൾട്ട്. ഇനി വരുന്നത് ഹാസ്പ് ആൻഡ് സ്റ്റേപ്പിൾ ബോൾട്ട് ആണ്. ഇതും എക്സ്റ്റേണൽ ഡോസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത ഹൂക്ക് ആൻഡ് ഐ ആണ്. വിൻഡോയിനെ ഓപ്പൺ പൊസിഷനിൽ നിൽക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബോൾട്ടാണ് ഈ ഹൂക്ക് ആൻഡ് ഐ. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. By using dash hinge, it is possible to raise the door shutter nearly 10 mm above floor level. ഫ്ലോർ ലെവലിൽ നിന്ന് 10 mm ഡോർ ഷട്ടർ റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹിഞ്ചിന് എന്തായിരുന്നു പറഞ്ഞത്? റൈസിംഗ് ബഡ് ഹിഞ്ച് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇന്നത്തെ നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ പബ്ലിക് ബിൽഡിംഗ്സ് ദ മിനിമം ഏരിയ ഓഫ് വിൻഡോ ഷുഡ് ബി ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഫ്ലോർ ഏരിയ. ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 15%, ഓപ്ഷൻ സി 20% ആൻഡ് ഓപ്ഷൻ ഡി 30%. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഡോർസ് ആൻഡ് വിൻഡോസ് ടോപ്പിക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രിക്ക് സ്റ്റെപ്പ് യൂസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ക്ലേ? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പെർഫറേറ്റഡ് ബ്രിക്സ് ആണ്. എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഈ പെർഫറേറ്റഡ് ബ്രിക്സിൽ 30 to 45% പെർഫറേഷൻ്റെ ഏരിയ ആണ് ടോട്ടൽ ഏരിയയുടെ. സോ ഇവിടെ ഇതിലാണ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ക്ലേ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ബ്രിക്ക് മേസൺറിയുടെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യനിൻ്റെ ആൻസർ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മിസ്റ്റേക്ക് വന്നു. എ ബ്രിക്ക് വിത്ത് ബോത്ത് എഡ്ജസ് റൗണ്ടഡ് ഈസ് ടേംഡ് ആസ്. അത് കൗനോസ് ബ്രിക്ക് ആണ്, 2 എഡ്ജസും റൗണ്ടഡ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ബുൾനോസ് ബ്രിക്ക് എന്നാണ്. സോറി, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ കൗനോസ് ബ്രിക്ക് ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ് ജൂലൈ 25 സാറ്റർഡേ ആണ്. സർവേയിങ്ങിൻ്റെ ക്ലാസ് ആയിരിക്കും അന്നുണ്ടായിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം.